കർണാടക മുഖ്യമന്ത്രി സ്ഥാനം സിദ്ധരാമയ്യ രാജിവെച്ചു. ടി.കെ. ശിവകുമാറിനൊപ്പം ലോക് ഭവനിൽ എത്തിയാണ് രാജി സമർപ്പിച്ചത്. ടി.കെ. ശിവകുമാർ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കും. പ്രഭാതഭക്ഷണ യോഗത്തിലാണ് രാജിവെക്കാനുള്ള തീരുമാനം സിദ്ധരാമയ്യ പ്രഖ്യാപിച്ചത്. തന്റെ പിൻഗാമി ടി.കെ. ശിവകുമാറാണെന്നും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകണമെന്നും അവസാന മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാരോട് ആവശ്യപ്പെട്ടു. ഗവർണർ സ്ഥലത്തില്ലാത്തതിനാൽ രാജിക്കത്ത് സെക്രട്ടറിക്കാണ് കൈമാറിയത്. ഗവർണർ രാജി അംഗീകരിക്കുന്ന മുറയ്ക്ക് ടി.കെ. ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കും. പ്രകടന പത്രികയിൽ മുന്നോട്ട് വെച്ച 300 വാഗ്ദാനങ്ങൾ നടപ്പാക്കിയെന്ന് സിദ്ധരാമയ്യ രാജിക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 1,40,000 കോടി രൂപ വിവിധ ഗ്യാരണ്ടികൾക്കായി ചെലവഴിച്ചു. ಅವುಗಳಲ್ಲಿ ಇಲ್ಲಿವರೆಗೆ ಸುಮಾರು 300 ಭರವಸೆಗಳನ್ನು ಈಡೇರಿಸಿದ್ದೀವಿ. ಇದ್ರ ಜೊತೆಗೆ 5 ಗ್ಯಾರಂಟಿ ಯೋಜನೆಗಳನ್ನು ಕೂಡ ಘೋಷಣೆ ಮಾಡಿದ್ದೆವು. ಈ 5 ಗ್ಯಾರಂಟಿ ಯೋಜನೆಗಳನ್ನು ಕೂಡ ಮೊದಲನೇ ವರ್ಷವೇ ಈಡೇರಿಸಿದ್ದೀವಿ. ಇಲ್ಲಿವರೆಗೆ ಸುಮಾರು 1,40,40,000 ಕೋಟಿಗೂ ಹೆಚ್ಚು ಹಣವನ್ನು ഈ ഗ്യാരണ്ടി യോജനകളിലേക്ക് ഖർച്ച് ಮಾಡಿದ್ದೀವಿ. സിദ്ധരാമയ്യയെ രാജ്യസഭ വഴി ദേശീയ രാഷ്ട്രീയത്തിലെത്തിക്കാനും കോൺഗ്രസിന്റെ OBC മുഖമാക്കി മാറ്റാനുമാണ് രാഹുൽ ഗാന്ധിയുടെ താല്പര്യം. എന്നാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തുടരാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് സിദ്ധരാമയ്യ പറഞ്ഞത് ഹൈക്കമാൻഡിനെ വെട്ടിലാക്കി. പുതിയ ടി.കെ. സർക്കാരിൽ 3 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടായേക്കും. സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്രയും മന്ത്രിസഭയിൽ ഇടം നേടാൻ സാധ്യതയുണ്ട്. ടി.കെ. ശിവകുമാർ PCC അധ്യക്ഷ പദം ഒഴിയുന്നതോടെ സതീഷ് ജർക്കഹോളിയെ ഹൈക്കമാൻഡ് പരിഗണിക്കുന്നുണ്ട്. മീഡിയ 1 ഡൽഹി.